ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എത്രയും പെട്ടെന്ന് കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് മരണമായിരിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായി. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, റിഫൈനറികൾ, ചരക്ക് ഗതാഗത മാർഗങ്ങൾ, അതുപോലെ തന്നെ ആമസോൺ ഡാറ്റാ സെന്റർ, ഹോട്ടൽ നെറ്റ്വർക്കുകൾ, ഹോർമുസ് കടലിടുക്ക്, 150 എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കിടക്കുകയാണ്. അവർക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര ഈ വ്യോമപാതകൾ അറിഞ്ഞു കിടക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. അതായത് പിന്നോട്ടില്ല, ഇനി മുന്നോട്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് തങ്ങളാണെന്ന് പറഞ്ഞ് അയത്തുള്ള അലി ഖമേനിയുടെ അതേ വാക്കുകൾ പൂർണ്ണമാക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള യുദ്ധം തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പൽ തകർക്കുന്നു, അതുപോലെ തന്നെ ഖത്തറിൽ വെച്ചിട്ട് ഈ അമേരിക്കയുടെ യുദ്ധവിമാനം തകർക്കുന്നു. വലിയ രീതിയിലുള്ള ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ തൊടുത്തുവിടുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ അത് തള്ളി പറഞ്ഞുകൊണ്ട് ഇറാൻ വരുന്നത്. വേറൊന്നുമല്ല, അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ള രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ തള്ളി ഇപ്പോൾ അത്തരം ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നില്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല, യുദ്ധത്തിലേക്ക് തന്നെ കടക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇറാന്റെ നിലപാട്. ഇതിനിടയിൽ തന്നെ ഇറാന്റെ ആണവ ആയുധ കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പറഞ്ഞു വരുന്നത് യുദ്ധം വലിയ രീതിയിൽ തന്നെ കടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അത് ഗൾഫ് രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്. മാത്രമല്ല മറ്റ് പശ്ചിമേഷ്യ ഭീതിപ്പെടുത്തുന്നുണ്ട്, ഒരു സമാധാന ഭീതി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം ഉടനെ അവസാനിക്കുമോ, അല്ലെങ്കിൽ എന്താണ് അടുത്ത ഇറാന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീക്കങ്ങൾ എങ്ങനെയാണ്? രേഷ്മ പറഞ്ഞതിൽ 2 സാങ്കേതികമായ പിഴവുണ്ട്, അത് ആദ്യം ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഖത്തറിൽ വെച്ചല്ല ഈ അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത്, അത് കുവൈറ്റിൽ വെച്ചാണ്. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ഇറാൻ അവകാശപ്പെട്ടതാണ്. അല്ലാതെ യുദ്ധക്കപ്പൽ തകർത്തു എന്നർത്ഥമില്ല. തകർന്ന കപ്പലുകൾ മറ്റുള്ളവയാണ്. അത് ഹോർമുസ് കടലിടുക്കിലെ 3 എണ്ണക്കപ്പലുകൾ പൂർണ്ണമായി തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുകയും ഒരു കപ്പൽ നിന്ന് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാകുന്നതിൻ്റെ എല്ലാ സൂചനകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് അത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി അവർ അടിയന്തരമായ ഒരു യോഗം വിയന്നയിൽ ചേർന്നിരിക്കുകയാണ്. അതായത് ആണവ പ്രസരണമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് അത്തരമൊരു അടിയന്തര യോഗം ചേർന്നിരിക്കുന്നത്. ആണവ വികിരണങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇറാന്റെ ജനതയെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മരണങ്ങൾ കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടാകാം. അത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ വലിയ തോതിൽ അപകടത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരമൊരു ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി അവർ ഇത്തരത്തിലൊരു സാധ്യത, അതായത് ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ്. അത് സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വന്നേക്കാം. എന്തായാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ പല വെല്ലുവിളികളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് മരണമായിരിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആയുധം താഴെ വെച്ചില്ലെങ്കിൽ മരണം എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ ട്രംപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഞങ്ങളും യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ്. അതായത് ഇറാൻ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ സകലമാന ഇടങ്ങളിലേക്കും കയറിയടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതാണ്ട് 12 മണിക്കൂറിൻ്റെ 10 രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതിൽ 6 ഗൾഫ് രാജ്യങ്ങളുണ്ട്, അതുപോലെ സൈപ്രസ് ഉണ്ട്, ഇസ്രായേലുണ്ട്, അമേരിക്കയുണ്ട്, ഇറാഖുമുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അരാംകോയിലെ ഓയിൽ റിഫൈനറിക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു. UAE ആമസോണിൻ്റെ സെൻറ്ററിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പലയിടങ്ങളിലെയും റിഫൈനറികൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെയും അവരുടെ അഭിമാനമായ അന്താരാഷ്ട്ര ഹോട്ടൽ സമുച്ചയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ വരുന്നുണ്ട്. പലതിനെയും പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും ആ പ്രതിരോധ വലയം ഭേദിച്ചുകൊണ്ട് പല മിസൈലുകളും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇറാൻ പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. കാരണം ഗൾഫ് രാജ്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എന്ന് മാത്രമല്ല ഇറാനിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്.
അവിടെ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായി. അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക ചാനലുകൾ അല്ലെങ്കിൽ അവിടുത്തെ നാഷണൽ ടെലിവിഷൻ, ഇറാൻ സ്റ്റേറ്റ് TV അടക്കം അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് വാർത്തകൾ കാര്യമായി പുറത്തു വരുന്നില്ല. വാർത്താ ഏജൻസികൾക്കാണെങ്കിലും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല. മരണസംഖ്യ 500 കടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുപോലെ തന്നെ 1000-ലധികം ഇറാൻ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ഇതോടകം ആക്രമണങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. അതായത് ചെറിയൊരു കണക്കല്ലത്. 1000-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ ആക്രമണം തന്നെയാണ്. ഇറാന്റെ ടെഹ്റാൻ നഗരം ഉൾപ്പെടെ വലിയ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാന്റെ നിലപാടിൽ നിന്ന് അവർ ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ലോകം ഇപ്പോഴും അമ്പരപ്പോടെ ഞെട്ടലോടെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാൻ ഒന്ന് സമരസപ്പെടാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുത്താൽ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ വാക്ക്, ഒമാൻ്റെ വാക്ക് ഇറാൻ കേൾക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം നിൽക്കും. അങ്ങനെ യുദ്ധം നിർത്തി സേഫാകാനുള്ള ഒരു സാഹചര്യം ഇറാൻ ഇപ്പോഴുമുണ്ട്. ഒരു പക്ഷേ അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നതും അതായിരിക്കും. ട്രംപ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പരിമിതമായ യുദ്ധമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു നീണ്ടകാല യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് ട്രംപ് ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം അതെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ വ്യോമതാവളങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പൊ ഇത് പറയുന്നത് പോലെ തന്നെ യുദ്ധം തുടരുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ യുദ്ധം ഒരു 4 ആഴ്ചത്തേക്ക് നീണ്ടു നിൽക്കും എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ, അതോ 4 ആഴ്ച കൂടാനാണോ സാധ്യത? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അമേരിക്ക സേഫാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്ന് അത്രയധികം ദൂരെയുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനുള്ളിലേക്ക് ഒരു ആക്രമണം എന്തായാലും ഉണ്ടാകില്ല. അമേരിക്കക്കാർ സുരക്ഷിതരാണ്, ട്രംപും സുരക്ഷിതരാണ്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ച് വെല്ലുവിളിക്കാനും ആക്രമണം നടത്താനും ഇസ്രായേലിനെ കൊണ്ട്, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇസ്രായേലിനെ കൊണ്ട് അത് ചെയ്യിക്കാനൊക്കെ അമേരിക്കയ്ക്ക് സാധിക്കും. കാരണം അമേരിക്കയ്ക്ക് ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് നീണ്ടു കഴിഞ്ഞാൽ, ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും അമേരിക്കയ്ക്ക് പതിയെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഹരി വിപണികളുടെ തകർച്ചയാണ്. അമേരിക്ക നമുക്കറിയാം, ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തന്നെ ഊഹക്കച്ചവടങ്ങളിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓഹരി വ്യാപാരത്തിലും ഒക്കെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള വലിയൊരു മണി മാർക്കറ്റ് അമേരിക്കയെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയായിട്ടുള്ള ബാങ്കുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊരു ആഗോള പ്രശ്നമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും തോറും അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂടും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇപ്പോൾ അമേരിക്ക വെല്ലുവിളിക്കും, അടിക്കും, കൊല്ലും, ആയുധം കൊടുക്കും, അടിച്ചോളാൻ പറയും, ഒക്കെ ചെയ്യും. പക്ഷേ ഇത് ഒരു ദീർഘനാൾ നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം എന്ന നിലയിലേക്ക് മാറിയാൽ, കൂടുതൽ രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നൊരു രാജ്യം അമേരിക്കയായിരിക്കും. അതുകൊണ്ട് അമേരിക്ക എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന നിലയിലേക്ക്, ഒരു അടി തുടങ്ങി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന നിലയിലേക്ക് വരാനുള്ള സാധ്യത ആദ്യം മുതലേ പറയുന്നുണ്ട്. ട്രംപും അതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്. ഒരു പരിമിതമായ യുദ്ധം മാത്രമേ ഞങ്ങൾ നടത്തൂ എന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇറാൻ വിടാൻ ഒരുക്കമല്ല. നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് പോയാൽ മതി എന്ന നിലയിൽ ഇറാൻ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക. അതായത് ഈ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അത് ഒരു രാജ്യത്തെ മാത്രമേ ബാധിക്കൂ, അത് ഇറാനാണ്. പക്ഷേ ഇറാൻ ആക്രമണം ശക്തമാക്കും തോറും കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് ഇൻവോൾവ് ആവുകയാണ്, കൂടുതൽ രാജ്യങ്ങൾ ഇത് ബാധിക്കുകയാണ്. ഏറ്റവും പ്രധാനം ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, റിഫൈനറികൾ, ചരക്ക് ഗതാഗത മാർഗങ്ങൾ, അതുപോലെ തന്നെ ആമസോൺ ഡാറ്റാ സെൻറ്റർ, ഹോട്ടൽ നെറ്റ്വർക്കുകൾ, ഹോർമുസ് കടലിടുക്ക്, 150 എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കിടക്കുകയാണ്. അവർക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര ഈ വ്യോമപാതകൾ അടഞ്ഞു കിടക്കുകയാണ്. വിമാനങ്ങൾ പൂർണ്ണമായും സർവീസ് നിർത്തിയിരിക്കുകയാണ്. പല പ്രവാസികളും, ലക്ഷക്കണക്കിന് പ്രവാസികൾ പല രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ അധിക നാൾ പോയി കഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പല കമ്പനികളുടെ പ്രവർത്തനങ്ങളെ പോലും ഇത് ബാധിക്കും. അതുമാത്രമല്ല, ഈ എണ്ണക്കപ്പലുകൾ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇവരുടെ വരുമാനം, ഗൾഫ് രാജ്യങ്ങളുടെ വരുമാനത്തെ അത് ബാധിക്കും. ഈ കപ്പൽ ചാലുകൾ അടച്ചു കഴിയുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ലോകത്തെ ഉൽപ്പാദനക്ഷമത ഇല്ലാതാക്കും. ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, എണ്ണ, ചരക്ക് ഗതാഗതത്തിനുമായിട്ട് കാര്യങ്ങൾ ഒന്നും കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വാണിജ്യ മേഖലയും വ്യവസായ മേഖലയും ഇത് ബാധിക്കും. അതുമാത്രമല്ല, അത് സാമ്പത്തിക മേഖലയെ ബാധിക്കും. സാമ്പത്തിക മാന്ദ്യമുണ്ടാകും, ബാങ്കുകളുടെ തകർച്ചയിലേക്ക് പോകും, പട്ടിണി വരും, ക്ഷാമം വരും, തൊഴിലില്ലായ്മ വരും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് ഇതൊക്കെ നമ്മളെ ബാധിക്കും. അപ്പോൾ അതാണ് ഇറാന്റെ ലക്ഷ്യം. ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ മധ്യപൂർവേഷ്യയിൽ ഈ ആക്രമണം ലഘൂകരിക്കാനുള്ള രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ? ഏതാണ്ട് ഒരു 3 മണിക്കൂർ മുമ്പ്, 4 മണിക്കൂർ മുമ്പ് വന്നൊരു വാർത്ത, GCC രാജ്യങ്ങൾ
അടിയന്തര യോഗം ചേരുകയാണ്. ഈ യോഗം ചേർന്ന് ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ 4 മണിക്കൂറിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളൊന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും യുദ്ധം നിർത്തണമെന്ന് തീരുമാനിച്ചാലും ഇറാൻ തീരുമാനിക്കില്ല എന്നവർ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അതാണ് പ്രശ്നം. ഇറാൻ ഇവിടെ ഇനി ഞങ്ങൾ പറയുന്നതാണ് നിയമം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പരിധിയിലേക്ക് യുദ്ധം വരും എന്ന നിലയിലേക്ക് അവരൊരു തീരുമാനമെടുത്ത് അടി തുടങ്ങിയിരിക്കുകയാണ്. പിടിച്ചു കെട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇറാൻ മാറി. ഇപ്പോൾ പലരും പറഞ്ഞിരുന്നത് ആദ്യം ഇസ്രായേലും അമേരിക്കയും കൂടി ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഇറാൻ കഴിഞ്ഞു, ഖതം, ഖാംനെയി താഴെ പോയാൽ, ഖാംനെയി മരിച്ചാൽ പിന്നെ ഇറാനിൽ അമേരിക്കയുടെ ഭരണമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ കാണുന്നത്? ഖാംനെയി കൊല്ലപ്പെട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇറാൻ ആയുധം താഴെ വയ്ക്കാതെ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പുതിയ ഡ്രോൺ ശേഖരത്തിൻ്റെയും മിസൈൽ ശേഖരത്തിൻ്റെയും വീഡിയോകൾ അവർ പുറത്തുവിടുന്നുണ്ട്. ഖാംനെയിയുടെ മരണത്തിന് ശേഷം ആ രക്തസാക്ഷിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കണം എന്ന നിലപാടുമായി പാശ്ചാത്യ ശക്തികൾക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ആഞ്ഞടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇറാനിൽ തെരുവിലിറങ്ങിയത്. ഖാംനെയുടെ മരണത്തിൽ സന്തോഷിക്കുന്ന, ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. അതിൻ്റെ 100 ഇരട്ടിയിലധികം ആളുകൾ അവിടെ ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവന്ന് പുതിയ പ്രസിഡന്റിനെ പ്രതിഷ്ഠിക്കാനൊന്നും കഴിയില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ യുദ്ധം തുടങ്ങി വെച്ചു, പക്ഷെ പദ്ധതി പാളി, ഉദ്ദേശിച്ച വഴിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല, എന്നാൽ ഇതൊട്ട് നിർത്താനും പറ്റുന്നില്ല. ആ അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ ഭീകരത, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്ന് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നു. 500 കിലോയോളം സ്ഫോടക വസ്തുക്കൾ വെച്ചൊരു മിസൈൽ ഇറാൻ വീഴ്ത്തി. അതേ തുടർന്ന് ഭൂഗർഭ അറകൾ പോലും ചിതറിത്തെറിച്ചു. ഈ ബങ്കറുകളടക്കം തകർന്നു എന്നാണ് പറയുന്നത്. അതിൽ 9 പേര് തൽക്ഷണം മരിച്ചു. ഇങ്ങനെ ഇനിയും ആക്രമണങ്ങൾ ഇറാൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ ഇസ്രായേലിന് തടുക്കാൻ കഴിയില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാറാൻ പോകുന്നത് ഇറാൻ ഇത് തീവ്രത വർദ്ധിപ്പിക്കുമ്പോഴാണ്. നമുക്കറിയാം, ആദ്യം ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ പോലെയല്ല ഇപ്പോൾ. കുറെ കൂടി തീവ്രത കൂടിയിരിക്കുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് കൂടിയിരിക്കുന്നു, ലക്ഷ്യങ്ങൾ കുറെ കൂടി കടുത്തതാകുന്നു, കൂടുതൽ നാശനഷ്ടങ്ങൾ ലോകത്തിന് മുഴുവൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവർ സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ ഒന്നിച്ച് ഇറാനെ ആക്രമിക്കാൻ അവർക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ ഇറാൻ പറയുന്ന ന്യായം, ഞങ്ങൾ US കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിക്കുന്നത്, ജനവാസ കേന്ദ്രങ്ങൾ ഞങ്ങളുടെ പരിധിയിലില്ല എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ സമ്മർദ്ദം ഉയർത്തുക എന്ന വിധത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് ഇറാൻ അടിക്കുകയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ജോർദാനിലേക്ക് ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞു. അമേരിക്കയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു രാജ്യമാണ് ജോർദാൻ. അതുപോലെ ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾ കത്തിച്ചു. ഇനിയും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ 3 കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ്റെ തടസ്സം ഒഴിവാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച കപ്പലുകളാണ്. അതിനെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഇറാൻ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ മരണം എന്നൊക്കെ ട്രംപ് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ആക്രമണങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് വലിയ നാശനഷ്ടങ്ങൾ ലോകത്തിനുണ്ടാക്കും എന്ന് മാത്രമല്ല, ആ യുദ്ധം എത്രയും പെട്ടെന്ന് പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ഇത് പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.